അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ബലാഗയുടെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മുഹ്സനാത്തുൽ മഅനവിയയിൽപ്പെട്ട തഹ്സീന് ഉജൂൽ കലാമിലെ മഅനവിയയിലെ ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടുകൂടെ കിതാബിൽ ശ്രദ്ധിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കണം എന്ന് നിങ്ങളെ ഉണർത്തുകയാണ്. അടുത്തത് വമിനൽ മഅനവി അർറുജൂ വഹുവ العود إلى كلام السابق بالنقض أي بنقضه وإبطاله لنكتة ومنه അതിൽ പെട്ടതാണ്, അതായത് മഅനവിയായ തഹ്സീനുൽ കലാമിൻ്റെ വജ്ഹുകളിൽപ്പെട്ടതാണ് റുജൂ എന്ന് പറഞ്ഞാൽ വാക്കർത്ഥം അടക്കം നിൽക്കണില്ലേ. വഹുവ, ഈ റുജൂ എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഔദു ഇലൽ കലാമി സാബിഖ് ബിന്നഖ്ദീന, മുൻ പറഞ്ഞ വാക്കിനെ പൊളിക്കലുണ്ട് അതിലേക്ക് മടങ്ങാന്ന. അൽ ഔദു മടങ്ങൽ, ഇലൽ കലാമി സാബിഖി മുൻ കഴിഞ്ഞ വാക്കിലേക്ക് ബിന്നഖ്ദി പൊളിക്കലുണ്ട്. അതായത് മുമ്പൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, പിന്നെ അതിനെ ആ പറഞ്ഞ വാക്കിനെ റദ്ദ് ചെയ്തുകൊണ്ട് ആ കലാമിനെ കുറിച്ച് വീണ്ടും അതിനെ പൊളിച്ചുകൊണ്ട് പറയുക. അതിനാണ് എന്ത് പറയുന്നത്? റുജൂ എന്ന് പറയാം. അപ്പോൾ മുമ്പ് പറഞ്ഞ കാര്യത്തെ തിരുത്തിക്കൊണ്ട് അടുത്ത് പറയാന്നർത്ഥം. ഐ ബി നഖ്ദിഹി വ ഇബ്താലിഹി, അതിനെ പൊളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ ബാത്തിലാക്കിക്കൊണ്ടോ പറയലാണ്. ലിനുക്സത്തിൻ, എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവും, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും, അതുകൊണ്ടാണ് എന്ത് പറയുക, അങ്ങനെ അതിനെ നഖ്ദ് ചെയ്തുകൊണ്ട് പറയൽ വരിക. വെറുതെ പറയില്ലല്ലോ, എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവും. ഇതുപോലെ ഖൗലിഹി സുഹൈർ ബിൻ അബി സലമ പാടി ഖിഫ് ബിദ്ദിയാരില്ലത്തി ലം യഅഫുഹൽ ഖിദമു ബലാ വഗയ്യറഹൽ അർവാഹു വദ്ദീമു. നോക്കി, ഖിഫ്, നീ നിൽക്കുക. സ്വന്തം നഫ്സിനോട് പറയാണ് അദ്ദേഹം. ഖിഫ്, നീ നിൽക്ക്, ബിദ്ദിയാരി, വീടുകളുടെ അടുക്കൽ. അല്ലത്തി, എങ്ങനത്തെ വീടുകളാണ്? ലം യഅഫുഹ, ആ വീടുകളെ മാച്ചു കളഞ്ഞിട്ടില്ല. അൽ ഖിദമു, പഴക്കം, കുറേ കാലം ഇങ്ങനെ കഴിഞ്ഞു പോയി എന്നുള്ളത്, പഴക്കം ചെന്നു പോയി എന്നതൊന്നും ആ വീടിൻ്റെ ഒരു കോട്ടവും അത് വരുത്തിയിട്ടില്ല. അതിനെ അതെന്താക്കിയിട്ടില്ല, മാച്ചു കളഞ്ഞിട്ടില്ല, അതിനെ അത് ബാത്തിലാക്കിയിട്ടില്ല. അതാ എന്താ അതിൻ്റെ അർത്ഥം? ഐ ലം യുബ്ലിഹ, അതിനെ നശിപ്പിച്ചിട്ടില്ല. ഇബ്ലാ ഇല്ല, അതിനെ നിരുമ്പിപ്പിച്ചിട്ടില്ല, അതിനെ മാറ്റം വരുത്തിയിട്ടില്ല. തത്താവുൽ സമാനി, കാലങ്ങളിങ്ങനെ എന്ത് ചെയ്യുക, മാറി മറിയുക എന്നുള്ളത്. തഖാദുമുൽ അഹദി, അല്ലെ, കാലങ്ങൾ അതിനെ പരിപാലിക്കുന്ന ആളുകളുടെ കാലങ്ങളിങ്ങനെ മാറി മറിയുക എന്നുള്ളതൊന്നും അതിനെന്തായിട്ടില്ല, ഒരു കോട്ടവും വരുത്തിയിട്ടില്ല. അപ്പം ഇങ്ങനെ മൂപ്പർ പറഞ്ഞു. സുമ്മ ആദ ഇലാ ദാലിക്കൽ കലാമി, പിന്നെ ഈ പറഞ്ഞ ഈ കലാമിലേക്ക് അയാൾ വീണ്ടും മടങ്ങി വരികയാണ്. വനഖലഹു, ആ കലാമിനെ അദ്ദേഹം പൊളിക്കുകയാണ്. ബി ഖൗലിഹി, അയാളുടെ വാക്കുകൊണ്ട്. ബലാ എന്നല്ല, ഉണ്ടോ, അതിനെ ഒരു കാലപ്പഴക്കം അതിനെ നശിപ്പിച്ചിട്ടില്ല, അതിനെ ഒരു കേടും വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറയാം. ബല എന്നല്ല എന്ന് പറഞ്ഞാൽ അപ്പം എന്താണ്? കേട് വരുത്തിയെന്നായി. ബല വഗയ്യറ എന്നല്ല, അപ്പം അതിന് കേട് വന്നു. വഗയ്യറ, അതിനെ മാറ്റിമറിച്ചു. അൽ അർവാഹു വദ്ദീമു, അൽ അർവാഹു, കാറ്റുകൾ, അല്ലേ, വീശിയടിക്കുന്ന കാറ്റുകളും, വദ്ദീമു, മേഘങ്ങളും. ഐ റിയാഹു അൽ അംതാറുണ്ടോ, മേഘങ്ങളും മഴകളും കാറ്റുകളും ആ വീടുകളെ കേടുവരുത്തി, അതിനെ കോട്ടം പറ്റിച്ചു. ഇവിടെ വന്നുക്തത്തു, ഇവിടെ എന്താണ് നുക്തത്ത്, പോയിന്റ് എന്താണ്? അപ്പോൾ ആദ്യം അങ്ങനെ പറഞ്ഞു, പിന്നെ തിരുത്തി പറഞ്ഞത്. അവിടെയുള്ള ഈ പോയിന്റ് ഇൽഹാറു തഹയ്യുരി വ തദല്ലുഹി, രണ്ടും ഏകദേശം ഒരർത്ഥം തന്നെ. തഹയ്യുർ, പരിഭ്രമം, അവൻ്റെ ഈ പരിഭ്രാന്തി. തദല്ലുഹ് പറഞ്ഞാൽ ആ കാര്യത്തെക്കുറിച്ച് ശ്രദ്ധയില്ലായ്മ എന്നൊക്കെ അർത്ഥം. പരിഭ്രമം തന്നെയാണ് അതിനും പറയല്. കഅന്നഹു അഖ്ബറ അവ്വലൻ, അപ്പം ആദ്യം അയാൾ എന്ത് ചെയ്തു, പറഞ്ഞതുപോലെ. ബിമാലാ തഹഖഖലഹു, തനിക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം ആദ്യം പറഞ്ഞു. സുമ്മ അഫാഖ ബഅദുൽ ഇഫാഖത്തി, പിന്നെ ചെറിയൊരു ബോധോദയം ഉണ്ടായി. ഫനഖലൽ കലാമ സാബിക, അപ്പം ആദ്യം പറഞ്ഞ ആ കലാമിനെ അതേ അയാൾ പൊളിച്ചു കളഞ്ഞു, അതിനെ ബാത്തിലാക്കി കളഞ്ഞു. ഖായിലൻ, പറയുന്നവരായിട്ട്. ബലാ അഫഅൽ ഖിദമു വഗയ്യറ അൽ അർവാഹ വദ്ദീമു എന്ന് പറഞ്ഞിട്ട്. ബല എന്നല്ല, ആഫാഹ, ആ വീടുകളെ എന്ത് ചെയ്തിട്ടുണ്ട്, ശോഷണം വരുത്തിയ. അൽ ഖിദമു, കാലപ്പഴക്കം. വഗയ്യറ, അതിന് ന്യൂനത വരുത്തിയ. അൽ അർവാഹ വദ്ദീമു, മേഘങ്ങളും മഴകളും കാറ്റുകളും എന്ന് പിന്നെ തിരുത്തി പറഞ്ഞതുപോലെ നടത്തും. അപ്പം ഇതിനാണ് എന്ത് പറയുന്നത്? റുജൂ എന്ന് പറയുക. അപ്പം ഇതും ഇതിൽപ്പെട്ടാണ് തഹ്സീനുൽ ഉജൂൽ കലാമിലെ ഒരു ഇനമാണ്. ഇനി അടുത്ത വേറൊരു ഇനം,
തൗരിയത്ത് അല്ലേ, നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, പറയലും ഉണ്ടാവും തൗരിയത്ത് എന്ന് പറയും. വമിൻഹുഹായി മിനൽ മാനവിയിൽപ്പെട്ടത് തന്നെയാണ് ആ തൗരിയത്ത് എന്നത്. അത് ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് വേറെന്ന് പറയാം അല്ലേ, മറച്ച് പറയാന്നൊക്കെയാണ് അതിൻ്റെ വാക്കർത്ഥം. വയുസമ്മൽ ഈഹാം എന്നതിന് പറയും. ഈഹാം എന്താ, തോന്നിപ്പിക്കുന്നത് എന്നാണ്. കാരണം അതിൽ ഉദ്ദേശത്തെ മറച്ച് പറയലാണ് അതിലുള്ളത്. അപ്പം അതിനെ മറ്റൊന്നിനെ തോന്നിപ്പിക്കുന്നത് എന്നും പേരുണ്ട് അതിൽ. വഹിയ അപ്പം എന്താ ഈ തൗരിയത്ത് അല്ലെങ്കിൽ ഈഹാം എന്ന് പറഞ്ഞാൽ എന്താ, അത് അയ്യുത്തുലഖ ലഫ്ദുല്ലഹു മഅനയാനി ഖരീബുൻ വ ബഈദുൻ വയുറാദു ബിഹിൽ ബഈദു ഇഅ്തിമാദൻ അലാ ഖരീനത്തിൻ ഖഫിയത്തിൻ. അതാണിപ്പോൾ തൗരിയത്തിന് നിർവചനം. എന്താ തൗരിയത്ത് പറഞ്ഞാൽ? വഹിയ തൗരിയത്ത് എന്ന് പറഞ്ഞാൽ അയ്യുത്തുലഖ ലഫ്ദുൻ, ഒരു ലഫ്ദിനെ പറയപ്പെടുക. എങ്ങനത്തെ ലഫ്ദ് അറിയോ? ലഹു, ആ ലഫ്ദിന് രണ്ട് മാനയുണ്ട്. അപ്പോൾ രണ്ട് മാനയുള്ള ഒരു ലഫ്ദിനെ പറയുക. എങ്ങനത്തെ രണ്ട് മാന അറിയോ? ഖരീബിന്, ഒന്ന് നമുക്ക് ആ ലഫ്ദ് കേട്ടാൽ പെട്ടെന്ന് നമ്മളെ ചിന്തയിലേക്ക് വരുന്നൊരു മാനയാണ്. വ ബഈദുൻ, രണ്ടാമത്തത് അത്ര പെട്ടെന്നൊന്നും ആ മാന നമുക്ക് ഓടി വരില്ല. അങ്ങനത്തെ രണ്ട് മാനയുള്ള ഒരു ലഫ്ദ്. എന്നാൽ വ യുറാദു ബിഹി, എന്നാൽ ആ ലഫ്ദ് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ഏതായിരിക്കും? അൽ ബഈദു, പെട്ടെന്ന് നമ്മൾ ചിന്തയിലേക്ക് വരാത്ത ആ ഒരു മാന ഉണ്ടാവുമല്ലോ, അതായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്. ഖരീബല്ല. ഇഅ്തിമാദൻ, അവലംബിച്ചതിന് വേണ്ടി അലാ ഖരീനത്തിൻ ഖഫിയത്തിൻ, ആ വളരെ മറഞ്ഞു കിടക്കുന്ന ഖഫിയായ ഒരു കരീനത്ത് അവിടെ ഉണ്ടാവും. അതിനെ അവലംബിച്ചിട്ട് ബഈദായ മാനയാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുക. അപ്പം ഇങ്ങനെ വരുന്ന സെൻറ്റൻസുകൾക്കാണ് തൗരിയത്ത് എന്ന് പറയുന്നത്. വഹിയ ദർബാനി, ഈ തൗരിയത്ത് തന്നെ രണ്ട് ഇനമുണ്ട്. അൽ ഊലായിൽ ഒന്നാമത്തത് മുജറദുൻ, തൗരിയത്ത് മുജറദത്ത് എന്നാണ് ഒന്നാമത്തെ പേര്. എന്താ തൗരിയത്ത് മുജറദ എന്ന് പറഞ്ഞാൽ? വഹിയ തൗരിയത്തുല്ലത്തി ലാ തുജാമിഉ ശൈഅ മിമ്മാ യുലായിമുൽ മഅനൽ ഖരീബി. നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് മാനയുണ്ട്. ഒന്ന് ഖരീബായ മാന, പെട്ടെന്ന് നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്ന മാന. രണ്ട് ബഈദായ മാനയാണ്, വിദൂരത്തുള്ള മാന. അപ്പോൾ ഈ ഖരീബായ മാനയോട് യോജിക്കുന്ന ഒന്നിനെയും ഉൾക്കൊള്ളിക്കാത്തത്. അപ്പോൾ ആ സെൻറ്റൻസ് നോക്കിയാൽ അവിടെ ഈ ഖരീബ പെട്ടെന്ന് നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്ന മാന ഉണ്ടല്ലോ, ആ മാനയുമായി ബന്ധപ്പെട്ട ഒന്നും അവിടെ ഉണ്ടാവില്ല. അങ്ങനത്തെ തൗരിയത്ത്, അതിന് മുജറദ് എന്ന് പേര്. വഹിയ, ഈ തൗരിയത്ത് മുജറദ് എന്ന് പറഞ്ഞാൽ അത്തൗരിയത്തുല്ലത്തി, ഒരു തൗരിയത്താണ്. ലാ തുജാമിയോ, അത് അടുത്തു വരികയില്ല, ഷൈഅൻ, ഒന്നിനോടും. എങ്ങനത്തെ ഒന്ന്? മിമ്മ യുലായിമുൽ മഅനൽ ഖരീബി, ഖരീബായ മാനയോട് യോജിക്കുന്നതായ ഒന്നിനോടും അടുത്തു വരാത്ത, അതിനെ ഉൾക്കൊള്ളിക്കാത്ത തൗരിയത്ത്. അങ്ങനത്തെ തൗരിയത്തിനാണ്. അപ്പോൾ അത് ബഈദായ മാനെ മാത്രമേ ഉൾക്കൊള്ളിക്കൊള്ളും, അങ്ങനത്തെ തൗരിയത്ത് എന്നർത്ഥം. നഹു, ഉദാഹരണം നോക്കി. അർറഹ്മാനു അലൽ അർശി ഇസ്തവാ, അർറഹ്മാൻ അല്ലാഹു അൽ അർഷി, അർഷിൻ്റെ മേൽ ഇസ്തവ, അധികാരം ചെലുത്തിയിരിക്കുന്നു. ഇവിടെ നോക്കൂ, അറാദ ബിൽ ഇസ്തിവ, ഇവിടെ ഇസ്തവ എന്ന വാക്ക് അതിന് രണ്ട് മാന ഉണ്ടല്ലോ. ഇവിടെ ഉദ്ദേശിക്കുന്നത് മാനാഉൽ ബഈദ്, ഈ ഇസ്തവ എന്ന വാക്കിൻ്റെ ബഈദായ മാനയാണ്. അവൽ ഇസ്തൗല, അതേതാണ്? അധികാരം ചെലുത്തി എന്ന് പറയുന്ന ആ വാക്കാണ്. വലം യഖുറുൻ, ആ ഇസ്തവ എന്ന ഇവിടുത്തെ ഈ വാക്ക് അതിലം യഖുറുൻ, അടുത്തു വന്നിട്ടില്ല. ബി, അതിനോട് ഷൈഉൻ, ഒന്നും. മിമ്മാ യുലായിമുൽ മഅനൽ ഖരീബി, ഖരീബായ മാനയോട് അടുത്തു വരുന്നത്. ഏതാണ് ഖരീബായ മാന? അല്ലദുൽ ഇസ്തിഖറാർ, അവിടെ സ്ഥിരമായി ഇരിക്കുക എന്നുള്ള അർത്ഥത്തിനുള്ള ഇസ്തവ എന്നുള്ള വാക്കാണ്. ആ അർത്ഥത്തിനുള്ള ഒരു മാനയോടും അവിടെ എന്താവില്ല, അതൊരിക്കലും അടുത്ത് വരൂല. കാരണം അള്ളാഹു എന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ അവിടെ അധികാരം ചെലുത്തി എന്ന് പറയുന്ന ബഈദായ മാന മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഇനം. ഇനി വസാനിയത്തു, രണ്ടാമത്തെ തൗരിയത്ത്. രണ്ടാമത്തെ തൗരിയത്തിൻ്റെ പേര് മുറഷഹത്തുൻ, മുറഷഹത്ത് എന്നാ തൗരിയത്ത്, മുറഷഹത്ത് എന്നാണ് പേര്. വഹിയ, ഈ തൗരിയത്ത് മുറഷഹത്ത് എന്നാൽ എന്താ? അല്ലത്തി തുജാമിയോ, അത് അടുത്തു വരും, ഒരുമിച്ചു കൂട്ടും. ഷൈഅൻ മിമ്മാ യുലായിമുൽ മഅനൽ ഖരീബി, ഖരീബായ മാനയോട് യോജിച്ചു വരുന്നതിനോട് വരുന്ന വല്ലതിനെയും അത് ഒരുമിച്ച് കൂട്ടും, അല്ലെങ്കിൽ അത് അടുത്തു വരും. അങ്ങനത്തതാണ്. നഹു വസ്സമാഅ ബനൈനാഹ ബിഐദിൻ, വസ്സമാഅ, ആകാശത്തെ, ബനൈനാഹ, നാം അതിനെ നിർമ്മിച്ചു, ബിഐദി, നമ്മുടെ കഴിവ് കൊണ്ട്, ഖുദ്റത്ത് കൊണ്ട്. വ അറാദ ബിൽ ഐദി, ഇവിടെയും ഐദി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന മാനാവുൽ ബരി ബഈദ്, അതിൻ്റെ ബഈദായ മാന തന്നെയാണ്. വവൽ ഖുദ്റത്ത്, അത് അല്ലാഹുവിൻ്റെ ഖുദ്റത്ത് എന്ന മാനയാണ്. വഖദ് ഖറന, പക്ഷേ ഇവിടെ ഈ വാക്ക് അടുത്ത് വന്നിരിക്കുന്നു. ബിമ, ഒന്നിനോട് അടുത്ത് വന്നിരിക്കുന്നു. ബിഹൈ, ഖുദ്റത്ത് എന്ന ഈ വാക്കിനോട് അടുത്ത് വന്നു. മ, ഒന്ന്. യുലായിമു, അത് യോജിക്കും. മാനൽ ഖരീബി, ഖരീബായ ഈ ഐദി എന്നതിൻ്റെ മാന ഉണ്ട്. അല്ലദി വൽ ജാരിയത്തുൽ മഖ്സൂസ, അത് പ്രത്യേകമായ അവയവമാണ്, കൈ അല്ലേ എന്ന് പറയുന്ന ആ അവയവത്തിനോട് യോജിച്ചു വരുന്ന, എന്ന മാനയോട് യോജിച്ചു വരുന്ന ഒരു സാധനത്തിനോടാണ് അടുത്ത് വന്നത്. വഹുവ ഖൗലുഹു ബനൈനാഹ, അതേതാണ്? ബനൈനാഹ എന്ന് പറയുന്ന വാക്കാണ്. കാരണം ഇതിൽ ബിനാവു, കാരണം ഒരു നിർമ്മിതി, നിർമ്മാണം എന്നൊക്കെ പറഞ്ഞത് മിമ്മാ യുലായിമുൽ യദ്, അത് കയ്യുമായി ബന്ധപ്പെട്ടതാണ്.
കൈയുമായി യോജിപ്പിച്ച ഒരു സാധനമാണല്ലോ ഈ നിർമ്മിക്കുക എന്നൊക്കെ പറഞ്ഞത്. അപ്പം അങ്ങനത്തെ ഒന്നിനോടാണ് ഇവിടെ ഈ ഐതി എന്നത് കൂടെ വന്നിട്ടുള്ളത്. അപ്പം ഇത് മുറഷഹത്ത്. എന്നാൽ മറ്റേ ഉദാഹരണത്തിൽ അങ്ങനെ എന്തില്ല, ഈ ഇസ്തവ എന്ന വാക്കിൻ്റെ അടുക്കൽ അത് ഇസ്തിഖ്റാറുമായി ബന്ധപ്പെട്ടൊരു വാക്കും അവിടെ വന്നിട്ടില്ല, ഇവിടെ വന്നിട്ടുണ്ട്. അതാണ് മാറ്റം. വഹാദ ഈ പറഞ്ഞത് ഏത് ഈ ഒന്നാമത്തോർത്ത് അത് ഇസ്തവ എന്നുള്ളതും അതുപോലെ ഇതൊക്കെ തൗരിയത്താണെന്നൊക്കെ വന്ന് പറഞ്ഞല്ലോ. ഇത് അലാമസ്തഹറ ബൈന അഹ്ലുൽ ലാഹിരി മിനൽ മുഫസ്സിരീങ്ങളാവുന്ന ആളുകൾക്കിടയിൽ പ്രസിദ്ധമായ അഭിപ്രായം അനുസരിച്ചാണ് ഇത് പറഞ്ഞത്. ഇങ്ങനെയാണ് തൗരിയത്താണ്. വ ഇല്ല ഇനി അങ്ങനെ അല്ലെങ്കിലോ ഫത്തഹ്ഖീഖു അപ്പോൾ തഹ്ഖീഖുള്ളത് അന്നഹാദ ഈ പറഞ്ഞത് തംസീലു ഇസ്തിയാറ തംസീലിയായിട്ട് വരിക അല്ലേ, ഇസ്തിയാറ തംസീലിയായിട്ടാണത് വരിക. തസ്വീറുല്ലി ഇളമത്തിഹി അല്ലാഹു തആലയുടെ ഇളമത്തിനെ അത് ചിത്രീകരിക്കുന്നതായിരിക്കും. തൗഖീഫുൻ അലാ കുൻഹി ജലാലിഹി അല്ലാഹുവിൻ്റെ മഹത്വത്തിൻ്റെ അങ്ങേയറ്റം, കുൻഹ് ജലാലിൻ്റെ അങ്ങേയറ്റത്തിൻ്റെ മേൽ അത് വെളിവാക്കുന്നതുമാണ്. മിൻ ഗൈരി അൻ യതഹമ്മലൽ മുഫ്രദാത്തി അതിലെ പദങ്ങൾക്ക് വഹിപ്പിച്ചു കൊടുക്കാതെ ഹഖീഖത്തൻ ഔ മജാസൻ, അത് ഹഖീഖത്താണ് മജാസൻ എന്നും പറയാതെ അള്ളാഹുവിൻ്റെ ജലാല് മഹത്വത്തിൻ്റെ ആ അങ്ങേയറ്റത്തിൻ്റെ മേൽ വെളിവാക്കുന്നതും അള്ളാഹുവിൻ്റെ മഹത്വത്തെ ചിത്രീകരിക്കുന്നതുമാണ് അത് എണ്ണം പറയേണ്ടി വരും എന്നർത്ഥം. അപ്പോൾ ഇതാണ് മറ്റൊരു ഇനം. അപ്പോൾ രണ്ട് ഇനം എന്ന് പറഞ്ഞു, ഒന്ന് റുജൂഉം മറ്റൊന്ന് തൗരിയത്തും. ഇനി ഒരു ഇനം കൂടി ഉണ്ട്, അത് അൽ ഇസ്തിഖ്ദാം. ഇസ്തിഖ്ദാം എന്ന് പറയുന്ന ഇനാണ്. വമിനൽ മഅനവി അൽ ഇസ്തിഖ്ദാം, മഅനവിയായ തഹ്സീനുൽ വുജൂഹിൽപ്പെട്ട തന്നെയാണ് ഇത് ഇസ്തിഖ്ദാം. എന്താണ് ഇസ്തിഖ്ദാം എന്ന് പറഞ്ഞാൽ? വഹുവ ഇസ്തിഖ്ദാം എന്നാൽ അൻ യുറാദ ബി ലഫ്ദിൻ ലഹു മഅനയാനി, നേരത്തെ പറഞ്ഞ പോലെ രണ്ട് മഅനയുള്ള ഒരു ലഫ്ദ്, ആ ലഫ്ദ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുക അഹദഹുമ ഏതെങ്കിലും ഒരു മഅനയെ, അഹദൽ മഅനയേനി രണ്ട് മഅന ഉണ്ടല്ലോ, അതിൽ ഒരു ആ ലഫ്ദ് കൊണ്ട് എന്ത് ചെയ്യും, ഒരു മഅനയേക്കാരെ ഉദ്ദേശിക്കാം. സുമ്മ യുറാദു ബി ലമീരിഹി, പിന്നെ ഈ ലഫ്ദിലേക്ക് വേറൊരു ലമീർ വരുന്നുണ്ടാവും, ആ ലമീർ കൊണ്ട് ഉദ്ദേശിക്കും. ഐ ബി ലമീറിൽ ആയിദി ഇലാ ദാലിക ലഫ്ദി, ഈ ലഫ്ദിലേക്ക് മടങ്ങുന്നതായ ഒരു ലമീർ ഉണ്ട്, ആ ലമീർ കൊണ്ട് ഉദ്ദേശിക്കുക മഅനൽ ആഖിരി വേറെ മഅന. അപ്പോൾ ഒരു ലഫ്ദിന് രണ്ട് മഅന ഉണ്ടാവും. അപ്പോൾ അതിൽ ആ ലഫ്ദ് പറയുമ്പോൾ ആ ലഫ്ദ് കൊണ്ട് ഒരു മഅന ഉദ്ദേശിക്കും. പിന്നെ ആ കുറച്ച് കഴിഞ്ഞാൽ ആ ലഫ്ദിലേക്ക് വേറൊരു ലമീർ മടങ്ങുണ്ടാവും, ആ ലമീർ കൊണ്ടോ ഈ ലഫ്ദിന് വേറൊരു മഅന ഉണ്ടല്ലോ ആ മഅന ഉദ്ദേശിക്കുക. ഇങ്ങനെ വരുന്നതിന് ഇസ്തിഖ്ദാം എന്ന് പറയും. ഔ അല്ലെങ്കിൽ ഇത് ഇസ്തിഖ്ദാം എന്നാൽ യുറാദു ബി അഹദി ലമീറൈഹി അഹദുഹുമ അഹദൽ മഅനൈനി സുമ്മ യുറാദു ബിൽ ആഖിരി ബി ലമീരിൽ ആഖിരി മഅനഉൽ ആഖിർ. അല്ലെങ്കിൽ എങ്ങനെ, ഒരു വാക്ക് രണ്ട് മഅനയുള്ള ഒരു വാക്ക്, അതിലേക്ക് രണ്ട് ലമീർ മടങ്ങുണ്ടാവും, ഒരു ലമീർ കൊണ്ട് ഒരു മഅന ഉദ്ദേശിക്കും, മറ്റേ ലമീർ കൊണ്ട് മറ്റൊരു മഅന. അതാ ഔ അല്ലെങ്കിൽ യുറാദു ബി അഹദി ലമീറൈഹി, ഈ വാക്കിൻ്റെ രണ്ട് ലമീറുകളിൽ ഒന്നുകൊണ്ട് അഹദഹുമ ഐ അഹദൽ മഅനൈനി രണ്ടാലൊരു മഅന ഉദ്ദേശിക്കും. സുമ്മ യുറാദു ബിൽ ആഖിരി, പിന്നെ രണ്ടാമത്തെ ലമീർ കൊണ്ട് ഉദ്ദേശിക്കും. ഐ ബി ലമീരിൽ ആഖിരി, മറ്റേ ലമീർ കൊണ്ട് മഅനഉൽ ആഖിർ മറ്റേ മഅന ഉദ്ദേശിക്കും. അപ്പം ഇങ്ങനെയാവാം. ആദ്യം പറഞ്ഞത് നോക്കിയും, ആദ്യം പറഞ്ഞത് ആ ലഫ്ദിന് രണ്ട് മഅന ഉണ്ടായാലും ആ ലഫ്ദിനെ തന്നെ എന്ത് ചെയ്യും, ഒരു മഅന ഉദ്ദേശിക്കും, പിന്നെ ലമീർ കൊണ്ട് മറ്റേ മഅന എന്നാണ് പറഞ്ഞു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഈ ലഫ്ദിലേക്ക് രണ്ട് ലമീർ വരും, ഒരു ലമീർ കൊണ്ട് ഒരു മഅന, മറ്റേ ലമീർ കൊണ്ട് മറ്റേ മഅന എന്ന്. അപ്പം ഇത് രണ്ടിനും തന്നെ പേര് ഇസ്തിഖ്ദാം തന്നെ പേര്. വഫീ കിലൈഹിമ, എന്നാൽ ഈ രണ്ടിലും യജൂസു അൻ യകൂനൽ മഅനയാനി ഹഖീഖിയൈനി. അപ്പോൾ ഈ രണ്ട് മഅന വെച്ച് നോക്കുമ്പോൾ ഈ രണ്ടിലും എന്താവാം, അത് രണ്ടും ഹഖീഖിയാവാം, ഔ മജാസിയൈനി രണ്ടും മജാസിയുമാവാം. വഅൻ യകൂന മുഖ്തലിഫൈനി, ഇനി ഒന്ന് മജാസും ഒന്ന് ഹഖീഖിയും അങ്ങനെ വ്യത്യാസപ്പെട്ടിട്ടും ആവാം. ഫൽ അവ്വലു ഒന്നാമത്തത്, വഹു അതേതാ, അൻ യുറാദ ബിൽ ലഫ്ദി അഹദൽ മഅനൈനി, ആ ലഫ്ദ് കൊണ്ട് തന്നെ ഒരു മഅന ഉദ്ദേശിക്കുക. വബി ലമീരിഹി മഅനഉൽ ആഖിർ, പിന്നെ ലമീർ കൊണ്ട് വേറൊരു മഅന, അങ്ങനെ ഫസ്റ്റ് പറഞ്ഞല്ലോ. അതിന് ഉദാഹരണം ഖൗലിഹി, ജരീർ എന്ന കവിപാടി, ഇദാ നസല സമാഉ ബി അർളി ഖൗമിൻ റഗൈനാഹു വഇൻ കാനൂ ഗുലാബ. ഇദാ നസല സമാഉ, മഴ വർഷിച്ചാലാണ്. ഇപ്പോൾ സമാ എന്ന വാക്കിന് മഴ എന്നർത്ഥം ഇവിടെ വെച്ചു, രണ്ട് മഅനയുണ്ട്. സമാഇന് ഇവിടെ വെച്ച അർത്ഥം ഗൈസ് എന്ന മഅനയാണ്, മഴ എന്ന മഅന. അപ്പോൾ ഒരു മഴ വർഷിച്ചാൽ ബി അർളിൻ ഖൗമിൻ, ഒരു ഖൗമിൻ്റെ ഭൂമിയിൽ, റഅയ്നാഹു നാം അതിനെ നാം പരിപാലിക്കും, അതിനെ നാം നബത്ത്, ആ സസ്യത്തെ നാം പരിപാലിക്കും. അപ്പോൾ ആ സമാന് വേറെ മഅന വെച്ചു കണ്ടോ. അപ്പോൾ ആദ്യം വേറെ അലഫിന് വേറെ മഅന വെച്ചു, പിന്നെ അയക്കുമ്പോൾ ലമീറിന് വേറെ മഅന വെച്ചു. വഇൻ കാനൂ ഗുലാബ, അവർ ദേഷ്യം പഠിക്കുന്ന ആളുകളാണെങ്കിലും ശരി. ജമ്മു ഗുലബാൻ, ഗുലബാൻ്റെ ജമ്മാണത്. അറാദ ബി സമായൽ ഗൈസ, ഇവിടെ സമാ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗൈസിനെയാണ്, മഴ. വബി ലമീരിഹി, ഇനി അതിലേക്കുള്ള ലമീറും ഉണ്ട്. ഫി റഅയ്ന, റഅയ്നാഹു എന്നതിലെ ലമീറും ഉണ്ട്. അന്നബത്ത, സസ്യത്തെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ രണ്ട് മഅന, ഒരു മഅന ലഫ്ദിനും ഒരു മഅന ലമീറിനും വെച്ചു.
വക്കിലൽ മാനയും മജാസ്, രണ്ടും ഇവിടെ ഇപ്പോൾ നമ്മൾ മഴ എന്ന് ഉദ്ദേശിച്ചത് നബാത്ത് എന്ന് ഉദ്ദേശിച്ച രണ്ട് മാനയും മജാസാണ്. ഞാൻ ഹഖീഖിയ അർത്ഥം അതല്ല. വസ്താൻ ഇനി രണ്ടാമത്തത്, അതായത് രണ്ട് ലമീർ, ഒരു ലമീർ കൊണ്ട് ഒരു മാന, മറ്റേ ലമീർ കൊണ്ട് മറ്റേ മാന അല്ലേ. അതിന് ഉദാഹരണം ഒവയുറാദ ബി അഹദി ലമീറൈ ഹാദൽ മാനയേനി, രണ്ടാലൊരു ലമീർ കൊണ്ട് ഒരു മാനയെയും, ഒബിൽ ലമീറിൽ ആഖിരി മാനവുൽ ആഖിർ, മറ്റേ ലമീർ കൊണ്ട് മറ്റേ മാനയെയും ഉദ്ദേശിക്കുക. അതിന് ഉദാഹരണം കൗലിഹി ബുഹ്തരി പാടിയതുപോലെയാണ്. ഫസഖല്ലല്ലാഹു വസാകിനീഹി ഇൻഹും ശബ്ബൂ ബി ബൈന ജവാനി വല്ലുലുഇ. ഫസഖ അല്ലാഹു കുടിപ്പിക്കട്ടെ, അല്ലാഹ് എന്ന് പറയുന്ന മരത്തിനെ, വസാകിനീഹി കണ്ടോ, ആ ഒല്ല് മരമുള്ള സ്ഥലത്ത് താമസിക്കുന്നവരെയും കണ്ടോ. ഒല്ല് ആ ലമീർ എടുക്കുക പോയത് ഒല്ല് എന്നുള്ള മരമുള്ള സ്ഥലം എന്നാണ് കണ്ടോ. അപ്പോൾ ആ ലമീർ ആ ഒല്ലിന് ഉള്ള മരം മുക്കുന്ന സ്ഥലം എന്നർത്ഥം വെച്ചു. വ ഇൻഹും അവരാണെങ്കിലും ശരി, ഷബ്ബൂഹു കണ്ടോ, അതിൻ്റെ തീ കത്തിച്ചാലും, ഷബ്ബൂ എന്ന് പറഞ്ഞാൽ ഔഖദൂന, നാറിലേക്കാണ് ലമീർ പോകുന്നത്. അപ്പോൾ ഈ ഒല്ലിന് ആദ്യം അവിടെ താമസിക്കുന്ന സ്ഥലം എന്ന് വെച്ചു, പിന്നെ തീയെന്ന് വെച്ചു. ബൈന ജവാനിഹി വലുലു, എൻ്റെ വാരിയല്ലുകൾക്കിടയിൽ, രണ്ടും ഒരേ അർത്ഥം, ജവാനിയും വലുവും വാരിയല്ലുകൾ. അറാദ ബി അഹദി ലമീറൈഹി ഒല്ലി, ഒന്നിലേക്ക് പോകുന്ന രണ്ട് ലമീറുണ്ട്, സാക്കിനീഹിലുണ്ട് ഷബ്ബൂലുണ്ട്. അപ്പോൾ അതിലൊന്നുകൊണ്ട് ഉദ്ദേശിച്ചു, അതിലൊന്ന് ഞാൻ ഉദ്ദേശിച്ചത് അൽ മജ്റൂരി ഫി സാക്കിനീഹി, സാക്കിനീഹി എന്നതിലാൽ ജറായിരിക്കുന്ന മജ്റൂറായിരിക്കുന്ന ലമീർ കൊണ്ട് ഉദ്ദേശിച്ചത് അൽ മക്കാനുല്ലതി, ഒരു സ്ഥലം, അല്ലതി എങ്ങനത്തെ സ്ഥലം, ഫീഹി ആ സ്ഥലത്തുണ്ട്, ഷജറത്തു വല്ല് എന്ന മരമുണ്ട്. വബിൽ ആഹരി ഇനി മറ്റേ ലമീറുണ്ട്, അനിയ മൻസൂബ ഫി ഷബ്ബൂഹു, ഷബ്ബൂഹു എന്നതിലഹു എന്ന മൻസൂബായ ലമീറുണ്ടല്ലോ, അതുകൊണ്ട് അന്നാറൽ ഹാസിലത മിൻ ഷജറിൽ വല്ലി, ഒന്നെന്ന മരത്തിൽ നിന്നും ഉണ്ടാവുന്ന തീ, അതിനാണ് ഉദ്ദേശിച്ചത്. അപ്പം രണ്ട് ലമീറുണ്ട്, രണ്ട് മാനെ ഉദ്ദേശിച്ചു. കിലാവുമ മജാസിയും, രണ്ടും മജാസാണ്, രണ്ടും ആ സ്ഥലം ഉദ്ദേശിക്കുന്നതും തീ ഉദ്ദേശിക്കുന്നതും രണ്ട് മാനയും അതിനെ സംബന്ധിച്ചിടത്തോളം മജാസിയാണ് എന്നർത്ഥം. അപ്പം ഇൻഷാ അല്ലാഹ് 3 വിഷയങ്ങളാണ് ഇപ്പോൾ നമ്മൾ എന്തായിട്ടുള്ളത് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് റുജൂവിനെ സംബന്ധിച്ചും, പിന്നെ തൗരിയത്ത് 2 ഇനം, തൗരിയത്ത് മുജറദ മുറഷഹ, അതുപോലെ തന്നെ ഇസ്തിഖ്ദാം. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അത് നല്ലവണ്ണം മനസ്സിലാക്കി എന്താണ് എന്ന് ഓരോന്നിനും ഡെഫിനിഷൻ അടക്കം പഠിക്കുകയും അതിനൊക്കെ ഓരോ ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് അതാണ് നിങ്ങൾ നാളെ എഴുതി കാണിക്കുകയും ചെയ്യേണ്ടത്. അല്ലാഹു ഖൈർ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.